ഹലോ ഗെയ്സ്, ഇന്നൊരു പൊട്ടിയ കണ്ണാടി കൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ? എൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു കുടക്കയിൽ പൊട്ടിയ മിറേഴ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കണ്ണാടികളൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇത്രയും കാലം ഞാനൊരു ക്രാഫ്റ്റിങ് ചെയ്തിട്ടില്ല. ഇത് കുറേ കാലം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പിൻട്രസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വിചാരിച്ചു. നമ്മളൊക്കെ വീട്ടിൽ പഴയ കണ്ണാടി പൊട്ടിയ കണ്ണാടികളൊക്കെ ഉണ്ടാവില്ല, അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിക്കുക. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഞാൻ കുറേ വെറുതെ കുത്തി പൊട്ടിച്ചു, പക്ഷെ ഇത്ര ഒന്നും ആവശ്യം വന്നിട്ടില്ല, കുറേ ബാക്കിയായിട്ടുണ്ട്. ഇനി സാരമല്ല, ഇതുകൊണ്ട് ഇനി വേറെയും ക്രാഫ്റ്റ് ചെയ്യാലോ. അങ്ങനെ അത് ഓരോ മിറേഴ്സും പെറുക്കിയെടുക്കാണ്. മിറേഴ്സ് പെറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ മിറേഴ്സും എടുക്കാറുണ്ട്, അത് ചില്ലറ പണിയല്ല. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടർഫ്ലൈ ആണ് വരച്ചു കൊടുക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് വരച്ച ബട്ടർഫ്ലൈ തന്നെയാണ്. പിൻട്രസ്റ്റ് നോക്കിയ ട്രേസ് എടുത്തൊന്നല്ല. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അതേപോലെ ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് സില്ലും കഷ്ണം അതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്ലൂ തേച്ച് ഓരോ ഭാഗത്തും ഗ്ലൂ തേച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയും സില്ല് കഷ്ണം ഞാൻ വെറുതെ കുത്തി പൊട്ടിച്ചിട്ടുണ്ട്, ഇത്ര ഒന്നും ആവശ്യം വന്നിട്ടില്ല. അതിൻ്റെ പകുതി പോലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അത് ഓരോ ഭാഗം ഇതേപോലെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കുന്ന വീഡിയോകളൊന്നും എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതാ ഫുള്ള് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ ഇതേപോലെ പൊട്ടിയ കണ്ണാടി ഇരിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. അപ്പോൾ പൊട്ടിയ കണ്ണാടി കൊണ്ട് ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടിയ കണ്ണാടി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ. ബൈ.